അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഞാൻ മഞ്ചേരി ഭാഗത്ത് നിന്ന് മജ്ലിസിലേക്ക് വരുന്ന മദനി ഉസ്താദാണ്. ഞാനും എൻ്റെ കുടുംബവും മജ്ലിസിലേക്ക് വരാൻ തുടങ്ങിയിട്ട് ഏകദേശം 2 വർഷത്തിൽ കൂടുതലായി. അൽഹംദുലില്ലാ സുമ്മ അൽഹംദുലില്ലാ. ഇപ്പോൾ ഞങ്ങൾ വളരെ സന്തുഷ്ടമായി കഴിയുന്നു. എനിക്കും എൻ്റെ കുടുംബത്തിനും ധാരാളം അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. 2-3 അനുഭവങ്ങൾ മാത്രം ഞാനിവിടെ പങ്കുവെക്കാം. ഞങ്ങൾ ഇവിടെ എത്തിപ്പെടാനുള്ള കാരണം പൈശാചികമായ ബുദ്ധിമുട്ടുകൾ അനുഭവിച്ച് ധാരാളം പ്രശ്നങ്ങൾ നേരിട്ടിരുന്നു. പല വാതിലുകളും ഞങ്ങൾ മുട്ടി നോക്കി, ഒരു പരിഹാരവും കണ്ടിട്ടില്ല. അങ്ങനെയിരിക്കെയാണ് ഞങ്ങളുടെ നാട്ടിലെ ദർസിലെ മുദർരിസിൻ്റെ കൂടെ മജ്ലിസിലെത്തിയത്. അന്ന് തന്നെ മഹാന്മാരിലൂടെ കേസെടുത്തു. പൈശാചിക കാഠിന്യം മൂലം അഷ്റഫ് ഉസ്താദിനോട് വളരെയധികം അപമര്യാദയായി പെരുമാറിയിട്ടുണ്ട്. ഉസ്താദ് അതെല്ലാം പൊരുത്തപ്പെട്ടു തരുമെന്ന പ്രതീക്ഷയോടെ ഞാൻ എൻ്റെ അനുഭവങ്ങൾ പങ്കുവെക്കുന്നു. മകളുടെ വിദ്യാഭ്യാസത്തിൻ്റെ ഭാഗമായി ഹോസ്റ്റലിൽ നിൽക്കുന്ന സമയം ഇടയ്ക്കിടെ ശക്തമായ വയറുവേദന അനുഭവപ്പെടുകയും അതിനെ തുടർന്ന് കോഴിക്കോട് വലിയ വലിയ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിൽ കൊണ്ടുപോവുകയും വലിയ പല ടെസ്റ്റുകളും നടത്തുകയും ചെയ്തു. ഒരു ഫലവും കണ്ടില്ല. ഈ നില പല പ്രാവശ്യം തുടർന്നു. അങ്ങനെ ഇരിക്കെയാണ് ഞങ്ങൾ മജ്ലിസിൽ എത്തുന്നത്. അങ്ങനെ 2-3 മാസം മജ്ലിസിൽ പങ്കെടുത്തപ്പോൾ വയറുവേദന മാറി. ശേഷം ഇന്ന് വരെ അവൾക്ക് വയറുവേദന ഉണ്ടായിട്ടില്ല. ഇത് മഹാന്മാരുടെ കറാമത്തല്ലാതെ മറ്റെന്തു പറയാൻ. വിശ്വാസമർപ്പിച്ച് നമ്മുടെ മജ്ലിസിലിരുന്നാൽ നമുക്ക് പരിഹാരം തീർച്ചയാണ്. അത് നാം ഓരോരുത്തരും കാണുകൊണ്ടിരിക്കുന്നതുമാണ്. പിന്നെ മറ്റൊരനുഭവം, എൻ്റെ സഹോദരൻ്റെ കുട്ടിക്ക് സ്കൂളിൽ 3-ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് കാഴ്ച ശക്തി നഷ്ടപ്പെട്ടിരുന്നു. തുടർന്ന് കുറേ കാലം വലിയ പവറുള്ള ലെൻസിൻ്റെ കണ്ണട വെച്ചിരുന്നു. മജ്ലിസിൽ വന്നപ്പോൾ അഷ്റഫ് ഉസ്താദ് പറഞ്ഞു, കാഴ്ച തിരിച്ചു കിട്ടിയേക്കും. ഏകദേശം 1 വർഷക്കാലം മജ്ലിസിൽ വരികയും കാഴ്ച തിരിച്ചു കിട്ടുകയും ചെയ്തു. അതുപോലെ തന്നെ മറ്റൊരനുഭവം, എൻ്റെ സഹോദരിയുടെ 3ാമത്തെ കുട്ടിക്ക് തൈറോയിഡിൻ്റെ അസുഖമുണ്ടിരുന്നു. കുറച്ചു കാലം മരുന്ന് കുടിച്ചിരുന്നു. കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നിന്ന് മരുന്ന് കണ്ടിന്യൂ ചെയ്യാൻ വേണ്ടി പറഞ്ഞിരുന്നു. അങ്ങനെയിരിക്കെയാണ് മജ്ലിസിൽ വരുന്നത്. മജ്ലിസിൽ വന്നതിൻ്റെ ശേഷം മരുന്ന് നിർത്തുകയും ഏകദേശം 3 മാസത്തിന് ശേഷം ടെസ്റ്റ് ചെയ്ത് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ പോയി ഡോക്ടറെ കണ്ടപ്പോൾ ഡോക്ടർ പെങ്ങളോടും കുട്ടിയോടും കോപിതനായി. ഡോക്ടറുടെ നിർദ്ദേശമില്ലാതെ ആരോട് ചോദിച്ചാണ് നിങ്ങൾ മരുന്ന് നിർത്തിയത്? അവസാനം ഡോക്ടർ മറ്റുള്ള എല്ലാ ഡോക്ടർമാരെയും വിളിച്ചു വരുത്തുകയും അവർ ചില കുശലാന്വേഷണങ്ങൾ നടത്തുകയും അവസാനം ഡോക്ടർ പറഞ്ഞു, 2 മാസം കൂടെ നിങ്ങൾ മരുന്ന് നിർത്തുകയും ശേഷം ഒരു ടെസ്റ്റ് കൂടെ ചെയ്തു വരാൻ വേണ്ടി പറഞ്ഞു. 2 മാസം കഴിഞ്ഞ് ടെസ്റ്റ് ചെയ്ത് ചെന്നപ്പോൾ ഡോക്ടർ പറഞ്ഞു, ഇനി മുതൽ മരുന്ന് കുടിക്കേണ്ടതില്ല. അത് മജ്ലിസിലൂടെ പൂർണ്ണമായും സുഖപ്പെട്ടിരുന്നു. ഇങ്ങനെ എത്രയെത്ര അനുഭവം ഓരോരുത്തർക്ക് പറയാനുണ്ട്. അവസാനമായി പറയാനുള്ളത്, എൻ്റെ ജീവിതത്തിൽ പല സ്ഥലങ്ങളിലും പല മജ്ലിസുകളുമായി ഞാൻ പങ്കെടുത്തിട്ടുണ്ട്. ഇങ്ങനെയുള്ള ഒരു മജ്ലിസിലും ഞാൻ പങ്കെടുത്തിട്ടില്ല. കാരണം നമ്മുടെ മജ്ലിസിൽ ഇരുന്നാൽ മഹാന്മാരുടെ ഹുദൂരിയത്ത് ശരിക്ക് കണ്ടനുഭവിക്കാമായിരുന്നു. ഇനിയും മജ്ലിസിനെ മുറുകെ പിടിച്ച് ധാരാളം കാലം മജ്ലിസിൽ പങ്കെടുക്കാൻ അല്ലാഹു തആല നമുക്കെല്ലാവർക്കും തൗഫീഖ് നൽകുമാറാവട്ടെ. ആമീൻ. റഹ്മതിക യാ റഹ്മർ റഹീമീൻ.